ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ കേരള നേതാക്കൾ ദില്ലിയിൽ നിർണായക ചർച്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ ലീഗുമായി വെച്ചുമാറും. ഗുരുവായൂർ സീറ്റിൽ ടി.എൻ. പ്രതാപൻ മത്സരിച്ചേക്കും. കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് മത്സരിക്കുമെന്നാണ് വിവരം. കെ ബാബു ഒഴികെയുള്ള സിറ്റിംഗ് എം.എൽ.എമാർ എല്ലാവരും മത്സരിക്കുമെന്നും സൂചന. തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ സ്ഥാനാർത്ഥി. വിഷ്ണു തലവൂറുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ എം.പിമാരും സിറ്റിംഗ് എം.എൽ.എമാരും മത്സരിക്കണം, ആ മത്സരിപ്പിക്കാനുള്ള സന്നദ്ധതയും താല്പര്യവും ഒക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചതാണ്. ഇതേ ആവശ്യം തന്നെയാണോ ദില്ലിയിൽ ഉന്നയിക്കുന്നതും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ? വിനിഷ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അല്പം മുന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി കെ.സി. വേണുഗോപാലിൻ്റെ വസതിയിൽ വെച്ച് കേരള നേതാക്കൾ യോഗം ചേർന്നിരുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന രാജാജി മർഗിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നത്. എന്തായാലും ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന 27-ാം തീയതി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് സമിതി യോഗം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുക. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നതാണ്. എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നിലവിൽ നടന്ന ചർച്ചകളിൽ ചില തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് സിറ്റിംഗ് എം.എൽ.എമാരൊക്കെ തന്നെ മത്സരിക്കാനായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സിറ്റിംഗ് എം.എൽ.എമാരൊക്കെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ നിർണായക ചർച്ചകളാണ് ദില്ലിയിൽ ഹൈക്കമാൻഡുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനായി എത്തിച്ചേർന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. എല്ലാ സിറ്റിംഗ് എം.എൽ.എമാരെയും, കെ ബാബു ഒഴികെയുള്ള എല്ലാ കോൺഗ്രസ് സിറ്റിംഗ് എം.എൽ.എമാരെയും വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ നൽകുന്നത്.